നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിയിൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് എക്സിബിഷൻ വിപുലമായി നടക്കുന്നതിന്റെ ഭാഗമായി ആലോചന യോഗം ചേർന്നു. ഭക്തിയുടെ നിറവിൽ മച്ചാട് തിരുവാണിക്കാവിൽ നടുപ്പുരയും ഗോപുരവും സമർപ്പിച്ചു. 1/4 നൂറ്റാണ്ടിന് ശേഷം കലോത്സവത്തിൽ തൃശൂർ ജേതാക്കൾ. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ KSRTC ബസ് പെട്ടി ഓട്ടോറിക്ഷയിലിടിച്ച് 4 വയസ്സുകാരി മരിച്ചു. വാർത്തകൾ വിശദമായി. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിയിൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിയിൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു. ഇതുവരെ പിടിയിലായ 5 പ്രതികളുടെയും ജാമ്യം റദ്ദ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പരിപാടിക്കായി പണമെത്തിയ അക്കൗണ്ടുകളും പരിശോധിച്ചു വരികയാണ്. നാളെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കും. നടി ദിവ്യ ഉണ്ണി ഈ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറാണ്. ഇതിനപ്പുറത്തുള്ള സാമ്പത്തിക ലാഭം ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ ചോദ്യം ചെയ്യൂ. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാട്ടി പോലീസ് കേസെടുത്തിരുന്നു. IT ആക്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുണ്ട്. പിന്നാലെ ഹണി റോസിനെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരുന്നു. തന്റെ പരാമർശം ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കണമെന്ന് കരുതിയായിരുന്നില്ല തന്റെ പരാമർശമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സെൻട്രൽ ACP ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ 3 വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന 10 പേരുടെ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് എക്സിബിഷൻ വിപുലമായി നടക്കുന്നതിന്റെ ഭാഗമായി ആലോചന യോഗം ചേർന്നു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിന്റെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടെ ചർച്ച ചെയ്തത് പ്രധാനമായി സ്ഥലപരിമിതിയാണ്. സ്ഥലപരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായി 2025 ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ നടത്തും എന്ന് നമുക്ക് ഈ മീറ്റിംഗ് പ്രഖ്യാപിക്കണം എന്ന അഭിപ്രായമാണ്. ഇവിടെ വന്ന ഓരോ നിർദ്ദേശങ്ങളും നമ്മളിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് സജീവമായി ചർച്ച ചെയ്യട്ടെ. ഒരാൾ പോലും വേണ്ടാന്ന് പറഞ്ഞ് മെച്ചപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. സാമ്പത്തിക പ്രശ്നം നേരത്തെ ശങ്കരകുട്ടിയേട്ടനൊക്കെ പറഞ്ഞൊരു പ്രശ്നം ആഗോളതലത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ പരിമിതി ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങൾക്കും ഉണ്ടാകരുത് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്ന കാലത്ത് ജനം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മളതിനെ ചെറുതായി കാണേണ്ടതില്ല, നന്നായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാള് എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ചില വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ പ്രോഗ്രാമിന് വലിയ തുക ചെലവഴിക്കുന്ന നില വന്നപ്പോഴാണ്. അപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിയുടെ എക്സിബിഷന്റെ ഇതുവരെയുള്ള ചരിത്രം കൂടി വെച്ച് നാം ആരായാണോ ഡിസ്കസ് ചെയ്യുന്നത് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭാവന നൽകിക്കൊണ്ട് ഈ പ്രവർത്തനത്തെ ക്രോഡീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഗംഭീരമാണ് വടക്കാഞ്ചേരിയിലെ എക്സിബിഷൻ എന്നുള്ള ഒരു പബ്ലിസിറ്റി രൂപപ്പെടുത്താൻ വേണ്ടി കഴിയും. അത് കഴിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ തുടർന്ന്, നേരത്തെ ഈ ചില ആലോചനകൾ നടന്നിട്ടുണ്ട്, പക്ഷെ ഈ മീറ്റിങ്ങിനെ തുടർന്ന് സജീവമാക്കണം എന്ന അഭിപ്രായമാണ് അത് സംബന്ധിച്ചത്. നേരത്തെ പൂരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വ്യത്യസ്തങ്ങളായ ആശങ്കകൾ ഓരോന്നോരോന്നായി ഒഴിയുകയാണ്. എന്നാലും ചില ആശങ്കകൾ നിൽക്കുന്നുണ്ട്. വെടിക്കെട്ടൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ നിയമങ്ങൾ വ്യത്യസ്തങ്ങളായ നിലയിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ആശങ്കകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും അവധാനതയോടുകൂടി പതുക്കെ നമുക്കതെല്ലാം തന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മറികടക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ജനപ്രതിനിധി എന്ന നിലയ്ക്കും ഈ പ്രവർത്തനങ്ങളിലെ നേരത്തെയും ജനപ്രതിനിധി ആകുന്നതിന് മുമ്പും പങ്കെടുത്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്. തീർച്ചയായും
ഏറ്റെടുക്കപ്പെട്ടവർക്ക് നഷ്ടമുണ്ടായി എങ്കിൽ പോലും, അല്ലെങ്കിൽ അത് അങ്ങനെ വലിയ നഷ്ടം ഉണ്ടായാൽ അവർക്ക് തീരെ പോകാൻ കഴിയൂലല്ലോ. അപ്പോൾ ആപേക്ഷികമായ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണം നാം കണക്കാക്കാൻ. തീർച്ചയായും പുതിയ സാഹചര്യത്തിൽ നമുക്ക് ലഭിച്ച സാധ്യതകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഞാനിതിങ്ങനെ പറയുന്നത് നാം ഇവിടെ നിന്ന് അവതരിപ്പിക്കേണ്ട പല കാര്യങ്ങളും പ്രധാനപ്പെട്ട ഓരോരുത്തരും ചർച്ചയിലൂടെ ഉന്നയിച്ചു എന്നതുകൊണ്ടാണ്. പൂരത്തെ സംബന്ധിച്ചിടത്തോളം 3 ദേശ കമ്മിറ്റികളും വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായ പരിപാടികൾ കൂടി ചേരുന്ന ഒരു വലിയ ഉത്സവാന്തരീക്ഷം ഈ ദിവസങ്ങളിൽ രൂപപ്പെടുക എന്നത് തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതൊക്കെ ആ നിലയിൽ തന്നെ തുടരാനും അതെല്ലാം തന്നെ വിജയിപ്പിക്കാനും വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പത്മനാഭന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. പൂരം നടത്തിപ്പിനായി വടക്കാഞ്ചേരി നഗരസഭ തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഭാരവാഹികൾക്ക് കൈമാറി. പൂരം എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു. എക്സിബിഷനിലെത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. എക്സിബിഷന്റെ സുഗമമായ നടത്തിപ്പിന് K രാധാകൃഷ്ണൻ MP, MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചെയർമാനായും കമ്മിറ്റി രൂപീകരിച്ചു. 150 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും 501 അംഗ ജനകമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ, AM ജമീലാബി, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, പൂരം കമ്മിറ്റി ജനറൽ സെക്രട്ടറി AK സതീഷ് കുമാർ, ജനറൽ കൺവീനർ അജിത് മല്ലയ്യ, നഗരസഭാ കൗൺസിലർമാർ, പൂരം കമ്മിറ്റി ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഭക്തിയുടെ നിറവിൽ മച്ചാട് തിരുവാണിക്കാവിൽ നടുപ്പുരയും ഗോപുരവും സമർപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ മച്ചാട് മാമാങ്കം അരങ്ങേറുന്ന മച്ചാട് തിരുവാണിക്കാവിൽ പുതിയതായി നിർമ്മിച്ച നടപ്പുരയുടെയും പ്രവേശന ഗോപുരത്തിന്റെയും സമർപ്പണ ചടങ്ങുകൾ ഭക്തി നിർഭരമായി ചടങ്ങുകളോടെ നടന്നു. പുലർച്ചെ ദേവീസന്നിധിയിൽ ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ഉദയാസ്മന പൂജ എന്നിവ നടന്നു. തുടർന്ന് തന്ത്രി ഗോപുരവാതിൽ തുറന്ന് അഗ്നി പകർന്നു. കൊമ്പുപറ്റന്റെ അകമ്പടിയോടെ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച ശേഷം ദീപം തെളിയിച്ചു. ക്ഷേത്രം മേൽശാന്തി സുരേഷ് എമ്പാന്ത്രി, ക്ഷേത്രം ഊരാളൻ ആവണപ്പറമ്പ് മോഹനൻ നമ്പൂതിരി, ക്ഷേത്രം കോമരം ശാന്തീന്ദ്രൻ, പാരമ്പര്യാവകാശി MP കൃഷ്ണകുമാർ ഇളയത്, മച്ചാട് സുഭാഷ് പണിക്കർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AC കണ്ണൻ, സെക്രട്ടറി MS ജയകുമാർ, മച്ചാട് മാമാങ്കം പൊന്നമ്പറമ്പ് ദേശം പ്രസിഡന്റ് K രാമചന്ദ്രൻ, തെക്കങ്കര വിഭാഗം പ്രസിഡന്റ് രഘു പാലിശ്ശേരി, പനങ്ങാട്ടുകര വിഭാഗം പ്രസിഡന്റ് KK ശിവദാസൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് ദക്ഷിണ സമർപ്പണവും നടന്നു. ഭക്തരിൽ നിന്നും സമാഹരിച്ച 1 കോടി രൂപ ചെലവിട്ടിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. 1/4 നൂറ്റാണ്ടിനു ശേഷം കലോത്സവത്തിൽ തൃശൂർ ജേതാക്കൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തൃശൂർ ജില്ല. 1008 പോയിന്റ് നേടിയാണ് തൃശൂർ കപ്പെടുത്തത്. 1999 തൃശൂർ അവസാനമായി കലോത്സവം ജേതാക്കളായത്. 1007 പോയിന്റുമായി പാലക്കാടാണ് 2ാം സ്ഥാനത്ത്. നിലവിലെ ജേതാക്കളായ കണ്ണൂർ 998 പോയിന്റുകളുമായി 3ാം സ്ഥാനത്താണ്. 995 പോയിന്റുമായി കോഴിക്കോട് തൊട്ടുപുറകെ തന്നെയുണ്ട്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ KSRTC ബസ് പെട്ടി ഓട്ടോറിക്ഷയിലിടിച്ച് 4 വയസ്സുകാരി മരിച്ചു.
വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ KSRTC ബസ് പെട്ടി ഓട്ടോറിക്ഷയിലിടിച്ച് 4 വയസ്സുകാരി മരിച്ചു. മുള്ളൂർക്കര സ്വദേശി നൂറ ഫാത്തിമയാണ് മരിച്ചത്. നൂറയുടെ അച്ഛൻ ഉനൈസ്, അമ്മ റെഹാനത്ത് എന്നിവർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ട് ബുദ്ധിമുട്ട്, അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ എതിർപ്പ് പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ എതിർപ്പ് പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്. DFO ഓഫീസിൽ കയറി ബഹളമുണ്ടാക്കിയതിന്റെ പേരിൽ അൻവറിനെ UDFൽ എടുക്കേണ്ട ആവശ്യമില്ല. UDFലെ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിന് കോൺഗ്രസിന്റെ അനുവാദം വേണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അൻവറിനെ അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് മുന്നണി പ്രവേശന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കില്ല. എല്ലാ കാര്യങ്ങളും ആലോചിച്ചായിരിക്കും UDF തീരുമാനം. നേതൃത്വം താനുമായി കൂടിയാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ആഴത്തിൽ ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അൻവറിന് നിലമ്പൂരിൽ മാത്രമല്ല എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണോ എന്നത് UDF തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ISRO പോകുന്നത് നല്ല സമയത്തിലൂടെയാണെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ISRO പോകുന്നത് നല്ല സമയത്തിലൂടെയാണെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ V നാരായണൻ 14-ാം തീയതി ISRO ചെയർമാനായി ചുമതലയേൽക്കും. ചന്ദ്രയാൻ 4 ദൗത്യത്തിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഗഗൻയാനിന് മുന്നോടിയായി ആളില്ലാ പേടകത്തെ വിക്ഷേപിക്കും. നിരവധി ലോഞ്ചിംഗ് പരിപാടികളുമുണ്ടെന്ന് ഡോക്ടർ V നാരായണൻ പറഞ്ഞു. എല്ലാത്തിനും പ്രധാനമന്ത്രി അംഗീകാരം നൽകിക്കഴിഞ്ഞെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്നെ ISRO ചെയർമാനാക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രിയുടേതെന്ന് ഡോക്ടർ V നാരായണൻ പറഞ്ഞു. 41 വർഷമായി ISROയുടെ ഭാഗമാണെന്ന് ഡോക്ടർ V നാരായണൻ പറഞ്ഞു. നിലവിലെ ചെയർമാൻ S സോമനാഥ് മികച്ച വ്യക്തിയാണ്. നാളത്തെ സാറ്റലൈറ്റ് ഡോക്കിംഗ് ചന്ദ്രയാൻ 4 മുതൽക്കൂട്ടാകുമെന്ന് ഡോക്ടർ V നാരായണൻ പറഞ്ഞു. 2040 വരെയുള്ള വിഷൻ ISRO തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. റോക്കറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ വിദഗ്ധനായ ഡോക്ടർ V നാരായണൻ ക്രയോമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിക്ഷേപണ ദൗത്യത്തിൽ ഇസ്രോയുടെ നെടുന്തൂണായി നിൽക്കുന്ന വലിയ മലയിലെ LPSC സെന്ററിന്റെ തലപ്പത്ത് നിന്നാണ് V നാരായണൻ രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങളുടെ മുഴുവൻ നായകനാകുന്നത്. 41 വർഷമായി ISROയിൽ ശാസ്ത്രജ്ഞനായി തുടരുകയാണ്. 7 വർഷമായി LPSC ഡയറക്ടറാണ്. C-25 ക്രയോജനിക് എഞ്ചിൻ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ്. ചന്ദ്രയാൻ 2 ലാൻഡിംഗ് ദൗത്യത്തിന്റെ പരാജയം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാനുമായിരുന്നു. കസ്തൂരി രംഗൻ, G മാധവൻ നായർ, K രാധാകൃഷ്ണൻ, S സോമനാഥ് തുടങ്ങിയ ഇസ്രോയെ അഭിമാനകരമായി നയിച്ച പാരമ്പര്യത്തിന്റെ മലയാള തുടർച്ചയാണ് V നാരായണനും. ജനനം തമിഴിനൊപ്പം മലയാളവും പറയുന്ന നാഗർകോവിലിലാണെങ്കിലും നാരായണൻ പഠിച്ചതും ജീവിക്കുന്നതുമെല്ലാം തിരുവനന്തപുരത്താണ്. ഹണി റോസിന് പിന്നാലെ സൈബർ ആക്രമണത്തിനെതിരെ പരാതിയുമായി നടി മാല പാർവതി. ഹണി റോസിന് പിന്നാലെ സൈബർ ആക്രമണത്തിനെതിരെ പരാതിയുമായി സിനിമാ മേഖലയിലെ കൂടുതൽ സ്ത്രീകൾ രംഗത്ത്. തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ച ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്പ് എന്ന യൂട്യൂബ് ചാനലിനെതിരെ പരാതി നൽകിയെന്ന് നടി മാല പാർവതി പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിട്ട ആളുകളിൽ ഒരാളാണ് താനെന്ന് നടി പറഞ്ഞു. തന്റെ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് ഗുരുതരമായ സൈബർ ആക്രമണത്തിലേക്ക് നയിച്ചത്. ഹണി റോസിന്റെ പോരാട്ടം ആവേശമുണ്ടാക്കിയെന്നും സൈബർ ആക്രമണങ്ങൾ തുടർന്നാൽ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മാല പാർവതി വ്യക്തമാക്കി.
സമകാലിക വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞതാണ് തനിക്കെതിരായ സൈബർ ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിച്ചതെന്ന് മാല പാർവതി പറഞ്ഞു. സമൂഹത്തിൽ ഇഷ്ടമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ആഞ്ഞടിക്കും. സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് നടി പറഞ്ഞു. കോവിഡ് കാലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചതിന് പിന്നാലെ ഉണ്ടായ ആക്രമണം തീവ്രമായിരുന്നു. ഇടതുപക്ഷ അഭിപ്രായങ്ങൾ പൊതുവേദിയിൽ പറയുന്നതിനാൽ കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ വേട്ടയാടലുകൾ ഉണ്ടായത്. സൈബർ വേട്ടയാടലുകളിൽ ഹണിറോസിന്റെ പോരാട്ടവും തുറന്നു പറച്ചിലും വലിയ അഭിമാനമുണ്ടാക്കിയെന്നും മാല പാർവതി കൂട്ടിച്ചേർത്തു. അശ്ലീല പരാമർശം നടത്തിയതിന് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി ഹണിറോസിന് പിന്തുണയുമായി നടി സീമാജി നായർ. അശ്ലീല പരാമർശം നടത്തിയതിന് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി ഹണി റോസിന് പിന്തുണയുമായി നടി സീമാജി നായർ. പണം എല്ലാത്തിനും പരിഹാരമല്ലെന്നും പണമാണ് എല്ലാത്തിനും ആധാരമെന്നും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും സീമ പറഞ്ഞു. പെണ്ണിനോട് എങ്ങനെ വേണമെങ്കിലും മോശമായി സംസാരിക്കാം, പെരുമാറാം എന്ന ചിന്ത ഇനിയും മാറിയിട്ടില്ല. പണമാണ് എല്ലാത്തിനും ആധാരം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എത്ര വലിയവനാണെങ്കിലും സ്വന്തം തെറ്റുകൾ തിരുത്തണമെന്ന് സീമാജി നായർ കുറിച്ചു. സ്ത്രീയെ സ്ത്രീയായി അറിയുന്നവർക്ക്, സ്ത്രീയെ സ്ത്രീയായി ജീവിക്കാൻ അനുവദിക്കുന്നവർക്ക് അവൾ തണലും തുണയുമാവുന്നു. പെണ്ണിനോട് എങ്ങനെ വേണമെങ്കിലും മോശമായി സംസാരിക്കാം, പെരുമാറാം. ആ ചിന്തകൾ ഇനിയും മാറിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? പെരിയ ഇരട്ടക്കൊലക്കേസിൽ മുൻ MLA ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPM നേതാവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 5 വർഷം തടവിനാണ് കഴിഞ്ഞ ദിവസം CBI കോടതി ഇവരെ ശിക്ഷിച്ചത്. ശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഉദുമ MLAയുമായ KV കുഞ്ഞിരാമൻ, പ്രാദേശിക CPM നേതാക്കളായ K മണികണ്ഠൻ, വെലുത്തോളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഇവരുടെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച് CBIക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അപ്പീലിൽ വിശദമായ വാദം പിന്നീട് നടക്കും. അപ്പീലിൽ അന്തിമ ഉത്തരവ് വരും വരെയാണ് സ്റ്റേ. 5 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്നു കഴിഞ്ഞ ദിവസം CBI കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചത്. കുറ്റകൃത്യം നടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചതായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം. സ്റ്റേ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇന്ന് തന്നെ ജയിൽ മോചിതരാകാൻ കഴിയും. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായിരുന്നു ശിക്ഷ. ഇവരും വൈകാതെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. കേസിലെ 1 മുതൽ 8 വരെ പ്രതികളായ A പീതാംബരം, സജി C ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ, ഗിജിൻ, R ശ്രീരാഗ്, A അശ്വിൻ, സുബീഷ്, 10ാം പ്രതി T രഞ്ജിത്ത്, 15ാം പ്രതി A സുരേന്ദ്രൻ എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തവും മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 1ാം പ്രതി A പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്തപരിപാടിയിൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. നടി ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് എക്സിബിഷൻ വിപുലമായി നടക്കുന്നതിന്റെ ഭാഗമായി ആലോചന യോഗം ചേർന്നു. ഭക്തിയുടെ നിറവിൽ മച്ചാട് തിരുവാണിക്കാവിൽ നടുപ്പുരയും ഗോപുരവും സമർപ്പിച്ചു. 1/4 നൂറ്റാണ്ടിനു ശേഷം കലോത്സവത്തിൽ തൃശൂർ ജേതാക്കൾ. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ KSRTC ബസ് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 4 വയസ്സുകാരി മരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.